നിക്ഷേപകരിൽ നിന്ന് കോടിക്കണക്കിന് രൂപ സ്വീകരിച്ച് തട്ടിപ്പ് നടത്തിയെന്ന പരാതികളെ തുടർന്ന് അടച്ചുപൂട്ടിയ തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രവാസി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചാവക്കാട് ഓഫീസിൽ ക്രൈംബ്രാഞ്ച് പരിശോധന. സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ചുള്ള പരാതിയെ തുടർന്ന് 2 വർഷത്തിനു മീതിയായി അടഞ്ഞുകിടക്കുന്ന ചാവക്കാട് ചേറ്റുവ റോഡിലുള്ള പ്രവാസി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഓഫീസിലാണ് ക്രൈംബ്രാഞ്ച് ഇക്കണോമിക് ഒഫൻസ് വിംഗ് റെയ്ഡ് നടത്തിയത്. വിവരമറിയിച്ചതിനെ തുടർന്നെത്തിയ ജീവനക്കാരുടെയും നിക്ഷേപകരുടെയും സാന്നിധ്യത്തിൽ ചൊവ്വാഴ്ച രാവിലെ 9 മണിക്കാണ് റെയ്ഡ് ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസം തൃപ്രയാർ ബ്രാഞ്ചിലും റെയ്ഡ് നടന്നിരുന്നു. 12% പലിശ വാഗ്ദാനം ചെയ്താണ് പ്രവാസികളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും വൻതോതിൽ നിക്ഷേപം സ്വീകരിച്ചിരുന്നത്. പണം നിക്ഷേപിച്ചവർക്ക് ആദ്യം പലിശ ലഭിച്ചിരുന്നെങ്കിലും പിന്നീട് പണമോ ലാഭവിഹിതമോ തിരികെ ലഭിച്ചില്ല. സാധാരണക്കാരായ പ്രവാസികളും റിട്ടയർമെന്റ് തുക നിക്ഷേപിച്ചവരുമാണ് ഇതിൽ കൂടുതൽ ദുരിതമനുഭവിക്കുന്നത്. പ്രവാസി ഡെപ്പോസിറ്റേഴ്സ് ഗ്രൂപ്പ്, വിക്ടിം ഗ്രൂപ്പ് തുടങ്ങിയ പേരുകളിൽ സംഘടനയുണ്ടാക്കി തങ്ങളുടെ പണം തിരികെ കിട്ടാനുള്ള നിയമ പോരാട്ടത്തിലാണ് നിക്ഷേപകർ. ചാവക്കാട് ബ്രാഞ്ചിൽ മാത്രം പണം നിക്ഷേപിച്ചവർ 1000-ഓളം പേരുണ്ടെന്ന് പ്രവാസി ഡെപ്പോസിറ്റേഴ്സ് ഗ്രൂപ്പ് പ്രസിഡന്റ് വിദ്യോത്തമൻ പറഞ്ഞു. 2017-18 പൈസ നിക്ഷേപിച്ചതാണ്. 12% പലിശ വാഗ്ദാനം ചെയ്തിട്ടാണ് ഞങ്ങൾ നിക്ഷേപം സ്വീകരിച്ചത്. 1 വർഷം ഇൻട്രസ്റ്റ് കിട്ടി. പിന്നത്തെ വർഷം പിന്നെ തരാം, നാളെ തരാം, മറ്റന്നാൾ തരാമെന്ന് പറഞ്ഞിട്ട് നീട്ടി പോയി. പിന്നെ അറിഞ്ഞത് ഇത് തട്ടിപ്പായിരുന്നു. അപ്പുറം പോയി ഏകദേശം 250-300 കോടി അടുത്ത രൂപ ഇവർ പറ്റിച്ചിട്ടുണ്ടെന്നാണ് പൊതുവെ കിട്ടിയില്ല. ഏകദേശം കണക്ക് കൃത്യമായിട്ട് എനിക്കറിയില്ല. അപ്പോൾ ഞങ്ങൾ പലപ്പോഴും ചോദിച്ചപ്പോൾ തരാമെന്നൊരു പലതും പൈസ അവർ നീട്ടി പോയി കിട്ടാണ്ടായപ്പോൾ ഞങ്ങൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ കേസ് കൊടുത്തു. കേസ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് റെയ്ഡ് നടക്കുന്നുണ്ട്.